333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങളോട് എങ്ങനെയുള്ളതാണ് എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാൻഡിൽസാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ കളറിലുള്ള ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആ ഒരു കളർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. രണ്ടാമത്തേത് വൈറ്റ് കളറിലുള്ള ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് അതാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുത്താൽ മതി. ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക. കൂടാതെ ജെൻഡർലെസ് വീഡിയോ ആണ്. മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആർക്കെങ്കിലും വേണമെങ്കിലും കാണാം. നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആവും. കാരണം ഇത് ടൈംലെസ് വീഡിയോയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ ക്യാൻഡിൽ സെലക്ട് ചെയ്തവർക്കുള്ള റീഡിംഗ് ആണ്. നമുക്ക് നോക്കാം എന്താണ് മെസ്സേജ് എന്നുള്ളത്. യു മേ നോട്ട് ഓൾവേസ് അണ്ടർസ്റ്റാൻഡ് വൈ certain തിങ്സ് ഹാപ്പൻ. ഹവർ ദർ ഈസ് ഓൾവേസ് എ ഹയർ പർപ്പസ്. അതായത് നിങ്ങൾക്കറിയില്ലായിരിക്കാം എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്നത്. ഒരു പാറ്റേൺ പോലെ തന്നെ റിലേഷൻഷിപ്പ് അവസാനിച്ചു പോകുന്നു. ഒരു പാറ്റേൺ പോലെ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ്. എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഡിവൈൻ നിങ്ങൾ ഒരുക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പക്ഷേ കടന്നുപോയിട്ടുള്ളത് വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വേദന നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ മാറാൻ അത്രയ്ക്ക് എളുപ്പമാവില്ല. എങ്കിൽ കൂടിയും ആ ഒരു വേദനയിലൂടെയും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ്സിൻ്റെ ആ ഒരു രശ്മികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഏതൊരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ കൂടി നിങ്ങൾക്ക് വരാനിരിക്കുന്ന നന്മകൾ മാത്രം നിങ്ങൾ മനസ്സിൽ കാണുക. ഈ പറയുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചെറുതായിരിക്കാം, വലുതായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു യാതൊരു കാരണവും കൂടാതെ തന്നെ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്നു. ആ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങളെ പാർട്ട്ണർ യാതൊരു കാരണവും കൂടാതെ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നു, എന്നിട്ട് നിങ്ങളെ വേദനിപ്പിക്കുന്നു. ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ കൂടി ഇനി വരാനിരിക്കുന്നത് ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു റീകൺസിലിയേഷൻ്റെ നാളുകളാണ് എന്നുള്ളതാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. ചില ലേണിങ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട് എന്നുള്ളൊരു സൂചനയും ആകാം. എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇവിടെ 4 of Wands എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാർഡ് തന്നെയാണ്. ഒരു സ്റ്റെബിലിറ്റി കാണിക്കുന്ന ഒരു കാർഡ് തന്നെയാണ്. അതായത് ഇവിടുത്തെ കറണ്ട് ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി ഇല്ലാത്തതായിരുന്നുവെങ്കിൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടുള്ളത് ഏതെങ്കിലും ഒരു ഒക്കേഷനിൽ വെച്ചിട്ടായിരിക്കാം, ഒരു സെലിബ്രേഷൻസിൽ വെച്ചിട്ടായിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങൾ സെയിം ഏജ് ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ കാഴ്ചയിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ഏജ് പോലെ തോന്നുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണോ അതുപോലെ തന്നെ ആയിരിക്കാം ആ വ്യക്തിയുടെയും ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വളരെയധികം സെക്യൂർ ആക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ ഒരു ഷെൽട്ടർ കാണുന്നുണ്ട്, കൂടാരം കാണുന്നുണ്ട്. അതൊരു നിങ്ങളെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു സാഹചര്യമാണ് വരുന്നത്. ആ വ്യക്തിയുടെ ഉള്ളിൽ ആ ഒരു ഇഷ്ടവും ഒരുപാട് പാഷനും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേബിളായിരിക്കണം ലൈഫ് എന്നുള്ളതാണ് വ്യക്തി ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ 444 എന്ന ഏഞ്ചൽ നമ്പർ, 222 എന്ന ഏഞ്ചൽ നമ്പറൊക്കെ കാണുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതൊക്കെ ഡിവൈൻ കാണിച്ചു തരുന്നതാണ്. ഒന്നുകിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട, അത് എടുക്കണ്ട, അതങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ രണ്ടുപേരും ഇരിക്കുന്ന അവസരത്തിൽ ഒരു പക്ഷേ ആ വ്യക്തി ചിന്തിക്കുകയാണ് നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലാണ് ആ വ്യക്തിക്കൊരു സന്തോഷം എന്നുള്ളത്. അത് തന്നെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ കൂടി നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് സ്പേഡ് ആണ് കിട്ടിയിട്ടുള്ളത്.
ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായേക്കാവുന്ന റിസ്കിനെ ആ വ്യക്തി കാണുന്നുണ്ട്. അതിൻ്റെ ഐഡിയാസ് എല്ലാം ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സന്തോഷമാണ്, ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോഴും അത് എങ്ങനെ എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിക്കുണ്ട്. ചിലപ്പം ഈ വ്യക്തി ഏതെങ്കിലും ഒരു ജോബിലേക്ക് കയറിയിട്ടേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ ജോബൊന്നും ശരിയായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇനി അതെല്ലാം കിട്ടേണ്ടിയിരിക്കുന്നു. ആ ഒരു സിറ്റുവേഷനും ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരാൾക്ക് വിവാഹം ആലോചിക്കുന്നൊക്കെ ഉണ്ടായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ എന്താണ് ഐഡിയ? യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ഐഡിയയും കിട്ടാത്തൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നിങ്ങളോ ആ വ്യക്തിയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള യാതൊരു ഐഡിയയും ഈ വ്യക്തിക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. ആഗ്രഹം മാത്രമാണുള്ളത്. അത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. അതാണ് പേജ് ഓഫ് സ്പേഡ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരുമിച്ച് പോകണം എന്നുണ്ട്. ഒരു പക്ഷേ ആ വ്യക്തിയുടെ ചിന്തകളിൽ നിങ്ങൾ രണ്ടുപേരും ട്വിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് കണക്ഷൻ ആണെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള, അല്ലെങ്കിൽ എനിക്കിതിനെ സാധിക്കുമോ, അങ്ങനൊരു സംശയവും ഈ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരു റിസ്കി റിലേഷൻഷിപ്പാണ്. അതായത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇത് കയ്യിൽ നിന്ന് പോയേക്കാം എന്നുള്ളൊരു ചിന്ത, നെഗറ്റീവായിട്ടുള്ള തോട്ട്സ്, ഓവർ തിങ്കിങ് ഒക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ വ്യക്തി ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളോട് ഒരുപാട് സംസാരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും അതിലെന്തോ ഒരു മടിയുള്ളതുപോലുള്ളൊരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. ആഗ്രഹമുണ്ട്, പക്ഷേ ഈ വ്യക്തിക്ക് വാക്കുകൾ കിട്ടുന്നില്ല പറയാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു സംസാരത്തിന് ഒരു മടി കാണിക്കുന്നുണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് അടുത്ത കാർഡ് പറയുന്നുണ്ട്, ഏസ് ഓഫ് സ്പേഡ്. അതായത് ഒരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ആ വ്യക്തിക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ക്ലാരിറ്റി ആ വ്യക്തിക്ക് നിങ്ങളോട് തരാനുണ്ടാവില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് എത്രത്തോളം നല്ലതായി പോകും എന്നറിയില്ല എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ആ വ്യക്തിൻ്റെ അടുത്ത് ക്ലാരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ക്ലാരിറ്റി ആ വ്യക്തി തരാതെ മുങ്ങി നടക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു രണ്ട് സിറ്റുവേഷനിലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തത ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും അവസാനം വരെ ഉണ്ടാവുമോ കൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വ്യക്തതയാണ് കിട്ടേണ്ടത്, അതായിരിക്കാം കിട്ടാത്തത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് എന്നുള്ളൊരു കാർഡ് ട്വിൻ ഫ്ലെയിം ജേണിയെ കാണിക്കുന്ന ഒരു കാർഡ് കൂടിയാണ്. പക്ഷേ ഒന്നുകിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് സ്പേസ് കൊടുക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അതായത് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യം ഈ വ്യക്തിയുടെ മനസ്സിലുണ്ടായിരിക്കാം. ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ക്ലാരിറ്റി വേണം, ഇനി എന്നെ കൺട്രോൾ ചെയ്യില്ല, എനിക്ക് കുറച്ച് ഫ്രീഡം ഒക്കെ ആവശ്യമുള്ളൊരു വ്യക്തി തന്നെയാണ് ഞാൻ, അതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടം, അതായത് ഒരുപാട് സ്നേഹം നിങ്ങൾ അർഹിക്കുന്നു എന്നൊരു തോന്നൽ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതായത് നിങ്ങൾ ഈ വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നത് ഈ വ്യക്തിയോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നുള്ള വസ്തുതയൊക്കെ ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അതിൻ്റെ പേരിലുള്ള ഒരു ഇഷ്ടം, ഒരുപാട് ദയ, കരുണ, അതുപോലെ തന്നെ ഓവറായിട്ടുള്ളൊരു ഇഷ്ടം, അങ്ങനെ പറയുന്നതാവും ശരി, കമ്പാഷൻ, ആ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്നുണ്ട്. അത് വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളിൽ ക്ലാരിറ്റി വന്നുകൊണ്ട് റിലേഷൻഷിപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നെക്സ്റ്റ് കാർഡ് സൺ എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്ന് പറയുന്ന ഒരു ഫാമിലി, ഒരു കുടുംബം ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സന്തോഷം, സക്സസ്, നിങ്ങളോടൊപ്പം ഒരുപാട് സന്തോഷമായിരിക്കും, അല്ലെങ്കിൽ സക്സസ് ഉണ്ടാകും എന്ന് മനസ്സിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം വരുത്തുക, അതാണ് ഉദ്ദേശം എന്ന് പറയുന്നത്. ആ പേഴ്സൺ നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷം തരുന്നു എന്നും അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കാർഡിലെ യെല്ലോ കളർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സമൃദ്ധി ഉണ്ടാകും എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു സാന്ത്വനമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്നൊരു സൂചനയും തരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നതും.
ഇവിടെ നെക്സ്റ്റ് കാർഡ് ഡെവിൾ എന്നുള്ളതാണ്. ആ ഒരു ഡെവിൾ എന്ന കാർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ ഒരു അഡിക്ഷൻ ഉണ്ട്. അത് ചിലപ്പോൾ ജോബിനോടായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനോടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വേറൊരാളിനെക്കുറിച്ച് നിങ്ങൾ വളരെയധികം സംസാരിക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു പേഴ്സൺ കാരണമാണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെയായി പോയത്, അല്ലെങ്കിൽ അങ്ങനെ നിരന്തരമായിട്ട് വേറൊരു പേഴ്സണെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം, അല്ല എങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സക്സസ് ആവും, കുടുംബം ഉണ്ടാകണം, ഒന്നിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴും വേറൊരാളുടെ കാര്യം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കാം. ഒന്നുകിൽ ആ വ്യക്തിയുടെ ജോബിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻസ് ശരിയായിട്ടില്ല, പണത്തിന് ബുദ്ധിമുട്ടുണ്ട്, ആ ഒരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്കിടയിൽ കുറച്ച് പ്രോബ്ലംസ് സൃഷ്ടിക്കുന്നുണ്ടായിരിക്കാം. നിരന്തരം നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാതെ നിങ്ങൾ കാണുമ്പോഴെല്ലാം ഒന്നുകിൽ ഫൈനാൻസ്, അല്ലെങ്കിൽ ജോബ്, അല്ലെങ്കിൽ വേറൊരാൾ, അതിനെക്കുറിച്ചെല്ലാം സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നും ഇല്ലാത്തൊരവസ്ഥ. നിങ്ങളവിടെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് അവിടെ സൈലൻ്റ് ആവുകയാണ്, മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. യെസ്, ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ, ഒരു പക്ഷേ വേറെ എന്തെങ്കിലും കാര്യങ്ങളാവാം, ജോബ് ആവാം, ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ആവാം. അതാണ് 3 ഓഫ് പെൻറ്റക്കിൾസ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ സംസാരിക്കുന്ന വേറൊരു കാര്യത്തെ പറ്റിയാണ് എപ്പോഴും ചിന്തിക്കുന്നത്. അതായിരിക്കാം നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രോബ്ലത്തിൻ്റെ ആ ഒരു റീസൺ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ ആ ഒരു ആകുലതയായിരിക്കാം. ഈ വ്യക്തിക്കും ആകുലതയുണ്ടാവും, നിങ്ങൾക്കും ആകുലതയുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ ഫിസിക്കലി ഒരുപാട് അറ്റാച്ച്ഡാണ്, ഒരുപാട് അടുത്ത് നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ചിലപ്പോൾ 2 പേർക്കും ചോയ്സസ് ഒക്കെ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ 2 പേർക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. അതായത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ തമ്മിൽ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്. ഇത് നിങ്ങൾക്ക് പരസ്പരം അടുത്തറിയാം, അല്ലെങ്കിൽ ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണിത്. ഫിസിക്കലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് തന്നെയാണ്. ഫിസിക്കൽ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ. അതാണ് ലവേഴ്സ് എന്നുള്ളൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതായത് ഒരുപാട് അടുത്തിട്ടുള്ള, അല്ലെങ്കിൽ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ കുറച്ചുകൂടി എന്താണ്, ഇമോഷണലിയും ഫിസിക്കലിയും ഒക്കെ മെൻ്റലി ഒക്കെ അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ തമ്മിൽ. അതാണ് ഈ ഒരു ലവർ കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത ഒരുപാട് അധികമാണ്, അല്ലെങ്കിൽ ആ ഒരു വിവാഹിതരാകണമെന്നുള്ള ആ ഒരു എന്താണ്, ആ ഒരു കാര്യം കുറച്ചുകൂടി സാധ്യതയുള്ള ഒരു കാര്യമാണെന്നുള്ളത് ഈ ഒരു സ്പ്രെഡിൽ. ഇനി ഇവിടെ ഏസ് ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് ഇവിടെ വെറുതെ സ്റ്റാർട്ട് ചെയ്യുകയല്ല, ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ആ വ്യക്തി ഇത് മതി, എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാൻ സാധ്യതയുണ്ട്, ഇവിടെയാണ് എനിക്ക് കൂടുതലായിട്ടൊരു എന്താണ് ഒരു കംഫർട്ടബിൾ സോൺ എന്ന് പറയുന്നത് ഈ വ്യക്തിയാണ് എന്നുള്ള ചിന്ത ഒരുപാട് ചിന്തിച്ച ശേഷം മാത്രമാണ് ഒരു ഡിസിഷൻ എടുത്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് 2-3 കാര്യങ്ങളുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളൊരു വളരെ എന്താണ് പാവം മാതിരിയാണ്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ്, അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി തരണമെന്ന് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് പോസിറ്റീവ് ആണെന്ന് ഈ വ്യക്തിക്ക് തോന്നിയിട്ടുണ്ടാവാം. എന്തായാലും ഈ വ്യക്തി ഒരുപാട് ആലോചിച്ച ശേഷം മാത്രമാണ് ഈ ഒരു ഡിസിഷനിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുറച്ചുകൂടി നല്ലതാണെന്നുള്ളൊരു തോന്നൽ. വേറെ കാര്യങ്ങളുണ്ടാവും, ചിലപ്പോൾ പ്രപ്പോസൽസ് വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ആരെങ്ങളുടെയും കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സിലോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളെന്ന് പറയുമ്പോൾ ആ വ്യക്തി കുറച്ചുകൂടി നല്ലതാണെന്നുള്ളൊരു ചിന്ത വരുന്നുണ്ട്. അപ്പം ഇവിടെ 3 ഓഫ് കപ്സ് ഉണ്ട്, ബോട്ടം ഓഫ് ഡെക്ക്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് ആണ്. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവാം, ഫ്രണ്ട്സ് ആവാം, ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരാളായിരിക്കാം, അത്തരത്തിൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു കാര്യവും ഇവിടെ ഉണ്ട്. പക്ഷേ നിങ്ങളാണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സൺ എന്ന് തന്നെയാണ് ഈ ഒരു റീഡിങ്ങിൽ കാണിക്കുന്നത്. അത് ഫസ്റ്റ് കാർഡ് ഒരു സ്റ്റെബിലിറ്റി വരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഫീലിങ്സ് എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഇത്തരം നാളും ഓൺ ആൻഡ് സിറ്റുവേഷൻ, വേറെ ഒരാളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു, വേറെ കുറേ സിറ്റുവേഷൻസ് പറഞ്ഞുകൊണ്ടിരുന്നു,
അതൊക്കെ അല്ലെങ്കിൽ വീട്ടുകാർ തടസ്സമായിട്ട് നിൽക്കുക, അവർ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അവർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ട് ഇനി പോകാമെന്നാണ് വ്യക്തി ചിന്തിക്കുന്നത്. ഇവിടെ ആ പേഴ്സൻ്റെ ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, ഹൈഡ് മൈ ഫീലിങ്സ് ഫോർ യു. എൻ്റെ ഫീലിങ്സ് എല്ലാം ഞാൻ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് ഫോർ ബീയിങ് എ പാർട്ട് ഓഫ് മൈ ലൈഫ്. എൻ്റെ ലൈഫിൻ്റെ ഭാഗമായതിൽ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. കം ബാക്ക് ഇൻ മൈ ലൈഫ്. എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരുമോ നീ എന്നാണ് വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പേഴ്സണൽ നെയിം എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. യു എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഐ എന്ന് കിട്ടിയിട്ടുണ്ട്. എം എന്നാണ് കിട്ടിയിട്ടുള്ളത്. ജെ എന്ന് കിട്ടിയിട്ടുണ്ട്. വി, ഡി, എൻ, കെ, ഒ, ഇസെറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. നമുക്ക് നോക്കാം. 26 നിങ്ങളുടെ ഏജ് ആവാം, പേഴ്സൻ്റെ ഏജ് ആകാം. 21 നിങ്ങളുടെ ഏജ് ആവാം. ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബർത്ത് മന്ത് ആവാം. ഫാമിലി, ഒരു പക്ഷേ ഫാമിലി എഗെയിൻസ്റ്റായിട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം കേട്ടോ. ലോങ് ഹെയർ ലിയോ, നിങ്ങൾ ലിയോ ആകാം, പേഴ്സൺ ലിയോ ആകാം. ഫ്രണ്ട്സും ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ റോൾ ഉണ്ടായിരിക്കാം. സിറ്റി എന്ന് കിട്ടിയിട്ടുണ്ട്. 2 എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 23 നിങ്ങളുടെ ഏജോ പേഴ്സൻ്റെ ഏജോ. 12 എന്നൊരു ഡേറ്റ്, ബർത്ത് ഡേറ്റ്. റെഡ് കളർ, ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് കളർ നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഇനി നമുക്ക് കോഴിക്കോട് എന്നാണ് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട, ഇടുക്കി. അപ്പോൾ ഇത്തരം പ്ലേസസ് നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത്. യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഇവിടെ അക്സെപ്റ്റൻസ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയെ വ്യക്തിയായിട്ട് തന്നെ അംഗീകരിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കുന്നത് ഒക്ടോബർ മന്തിലായിരിക്കാം. അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിങ്ങൾക്കൊരു പക്ഷേ അതൃപ്തി ഉണ്ടായിരിക്കാം. പക്ഷേ ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് തന്നെ നിങ്ങൾ അംഗീകരിക്കുക. ആ വ്യക്തിയുടെ തിന്മകളും നന്മയും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് ചിന്തിച്ച ശേഷം അയാളായിട്ട് തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഹൈ പൈൽ നമ്പർ 2 വൈറ്റ് കളർ കാൻഡിൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങളെ തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നോക്കുക. ഫ്രണ്ട്ഷിപ്പ്, നേച്ചർ ദ ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് within your relationship and your love life with dramatically changes. അതായത് നിങ്ങളൊരു സൗഹൃദം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത്, അതിനെ സൗഹൃദമായിട്ട് വളർത്തുക. ലവ് റിലേഷൻഷിപ്പിനെ സൗഹൃദത്തിൽ കാണുക എന്നുള്ളത്. ഈ ഒരു പ്രണയത്തെ സൗഹൃദത്തിൽ കാണുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും. നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ സ്പേസ് കൊടുക്കില്ലേ? അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു അനുമതി കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറെ ഫ്രണ്ടായിട്ട് കരുതുക. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ സ്പേസ് കൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ കണ്ടേക്കാം. അതുകൊണ്ടാണ് ഡിവൈൻ നിങ്ങളോട് ഇപ്പോൾ അത് പറയാൻ ശ്രമിക്കുന്നത്. ആ വ്യക്തിയെ ഫ്രണ്ടായിട്ട് കണ്ടിട്ട് ആ വ്യക്തിക്ക് സ്പേസ് കൊടുത്ത് ആ വ്യക്തിയെ സോളായിട്ട് കണ്ടിട്ട് ആ ഒരു സോളിനെ അതിൻ്റെ പർപ്പസിലേക്ക് വിടുക. അതായത് ആ പേഴ്സണ് അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ, അവരുടെ ആ ഒരു സോൾ പർപ്പസ്, ലൈഫ് പർപ്പസ്, അത് ചെയ്യാനായിട്ട് അനുവദിക്കുക. അതാണ് അവിടെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ആ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് പിടിച്ചു കെട്ടി നിർത്തരുത്.
അവർക്ക് കുറച്ചുകൂടി അനുമതികൾ കൊടുക്കുക എന്നുള്ളത്. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി നിങ്ങളോട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം, തികച്ചും ബ്രേക്കപ്പ് ആയിട്ട സിറ്റുവേഷൻസ് ആയിരിക്കാം. നിങ്ങളോട് കുറച്ച് നാളുകളായിട്ട് സംസാരിച്ചിട്ട് ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഈ ഒരു നോ കോണ്ടാക്ട് എന്നുള്ളൊരു കാര്യം ബ്രേക്ക് ചെയ്യാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നു. അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട്, അപ്പോൾ ഗൗരവപരമായിട്ടുള്ള ഒരു പറച്ചിൽ അല്ലെങ്കിൽ സംസാരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. യെസ്, പേജ് ഓഫ് കപ്സ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ വ്യക്തി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് മെയിൽ ഒക്കെ അയക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ആ വ്യക്തി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യും, നിങ്ങളെ അൺബ്ലോക്ക് ചെയ്യും, ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം, ചിലപ്പോൾ നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല, പക്ഷെ പറഞ്ഞ് ബ്രേക്കപ്പായി പോയിട്ടുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ഒരുപാട് സ്നേഹത്തോടെ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണെന്നുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപക്ഷെ വേണ്ട എന്ന് വെച്ച് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, സെപ്പറേറ്റ് ആയി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഇവിടെ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വ്യക്തി ശ്രമിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഓർ ഹാൻഡ്സം ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ബ്യൂട്ടി ആയിരിക്കും ഈ വ്യക്തി അട്രാക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു സോളിനെയാണ് സ്നേഹിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് ആ സോളിനെ സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ അറിയാം. അതായത് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുമ്പോൾ നിങ്ങൾ എന്തുമാത്രം വേദനിക്കുന്നു എന്ന കാര്യം ഈ വ്യക്തിക്ക് അറിയില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സെയിം ഏജ് ഓർ നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ഒരു പേഴ്സൺ ആയിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് തരണമെന്ന് യാതൊരു നിർബന്ധവും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ ആ വ്യക്തി പ്രൗഡാണ്, ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന് ഒരു കോണ്ടാക്റ്റിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് ഈഗോ ഈ പേഴ്സണ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വളരെയധികം പ്രാക്ടിക്കലായിട്ട് വളരെ ബുദ്ധിപൂർവ്വം ഒക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പേഴ്സണാണ് തന്നെ ഇപ്പോൾ കുറച്ച് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങളെ വേണം, ഒരു വാമായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് ആ വ്യക്തിയിൽ നിന്നും ഒഴുകുന്നുണ്ട്. ദ വീൽ എപ്പോഴും നിങ്ങൾ കൂടെ വേണം എന്നുള്ളൊരു ചിന്തയാണുള്ളത്. ദ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്തൊക്കെ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും മാറാത്തൊരു പ്രണയം എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യക്തി എബ്രോഡ് ആയിരിക്കാം, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, പക്ഷേ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോൾ എഫേർട്ട് എടുക്കാൻ ആ വ്യക്തി ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടാവണം ഇപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളെ കൂടെ കൂട്ടണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ദ വീൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ഈ വ്യക്തിയെ നിങ്ങൾക്ക് കാണാനുള്ളൊരു സാധ്യതയുണ്ടെന്നുള്ളതാണ്. അതാണ് ദ വീൽ. ചിലപ്പോൾ ഈ വ്യക്തി എബ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എബ്രോഡ് പഠിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് നിങ്ങളെന്ന് പറയുന്നത് ലക്കായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ആ വ്യക്തിക്ക് ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ടായിട്ടുണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുറച്ച് പുരോഗതി ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെൻ്റലി ഫിസിക്കലി സപ്പോർട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന് പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഈ വ്യക്തി ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് കൊണ്ട്, യെസ് ഇവിടെ 10 of Wands ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് ഫാമിലി അഗെൻസ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തുകൊണ്ടൊക്കെയോ മുന്നോട്ട് പോകാനായിട്ട് ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ആ വ്യക്തിയുടെ എല്ലാമാണ്, ലക്കാണ്, നിങ്ങളുടെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അതായത് ചിലപ്പോൾ റിലീജിയൻ, കാസ്റ്റ് ഒക്കെ, ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെ അംഗീകരിക്കാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല എന്നുള്ളത്. പക്ഷേ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകണം എന്നുള്ളത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് വളരെയധികം പാഷനേറ്റ് ആണ്. ഇവിടെ ഒരു കാര്യം വിശ്വസ്തയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു.
ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ജോബൊന്നും ശരിയാവാത്ത പേഴ്സൺ ആയിരിക്കാം. ചിലപ്പോൾ ജോബ് വലിയൊരു തടസ്സമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ ആ വ്യക്തി ജോബിന് വേണ്ടി അന്വേഷിക്കുകയാണ്. നല്ലൊരു ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ചിലപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ചിലപ്പോൾ പണമിടപാടുകൾ നടത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫൈനാൻസൊക്കെ തരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഏതായാലും പാഷനായിട്ടുള്ള എന്തോ ഒന്നിൻ്റെ പുറകെ വ്യക്തി പോവാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കാം ആ ഒരു പാഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെയുണ്ട്. കൂടാതെ പറയേണ്ട കാര്യം, നിങ്ങളോ ആ വ്യക്തിയോ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു മാനിഫെസ്റ്റേഷൻ കൂടി ഇവിടെ വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ ഏതായാലും ചിലപ്പോൾ ഫിനാൻഷ്യലി സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബാങ്ക്, ട്രഷറി, അതുപോലെ തന്നെ ഏതെങ്കിലും ചിട്ടി ഫണ്ട്സ്, അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിൻ്റെ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. അതായത് ഫൈനാൻസുമായിട്ടൊക്കെ ജോബ് ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം. പ്രൈവറ്റ് ബാങ്കുകൾ, അതൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ എന്തായാലും ഒരു പ്രപ്പോസൽ വരുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ തീരെ എൻഡായി പോയിട്ടുള്ള, കുറച്ച് കാലങ്ങളായിട്ട് മിണ്ടിയിട്ട് കൂടി ഇല്ലാത്തൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. ഏതായാലും ഈ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ വ്യക്തിക്കൊരു പ്രശ്നം ഉള്ളത്, അല്ലെങ്കിൽ ഒരു പേടിയുള്ളത്, നിങ്ങൾ ഈ വ്യക്തിയെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ് വ്യക്തിക്ക് നിൽക്കുന്ന പേടി എന്ന് പറയുന്നത്. കാരണം ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത്. ചിലപ്പോൾ വിട്ടുപോയതിൻ്റെ കാരണം എന്താണെന്ന് കൂടി നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ തിരികെ വന്ന് നിങ്ങളെ പ്രപ്പോസ് ചെയ്യണം, വിശ്വസ്തയോടു കൂടിയാണ് തിരികെ വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് വ്യക്തിക്ക് അറിയില്ല. പക്ഷേ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഏതായാലും വ്യക്തിക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാകുന്നുണ്ട് നിങ്ങളെക്കുറിച്ച്. അതായത് നിങ്ങൾ സെപ്പറേറ്റ് ആയി കഴിഞ്ഞപ്പോൾ, പിണങ്ങി മാറി നിന്നപ്പോഴായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ ഡ്രീം കാണാൻ തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ വ്യക്തി മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് ഈ വ്യക്തി വന്നിട്ടുള്ളത്. ഈ വ്യക്തി ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുള്ള, എസ്പെഷ്യലി മോട്ടോർ സൈക്കിളൊക്കെ ഓടിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പേഴ്സൺ ആയിരിക്കാം. ഡ്രൈവിംഗ് പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒരുപാട് യാത്രകൾ ഈ പേഴ്സൻ്റെ ഒപ്പം നടത്തിയിട്ടുണ്ടായിരിക്കാം. ഏതായാലും നിങ്ങളിലേക്ക് വരാനും ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനും ടെക്സ്റ്റ് മെസ്സേജൊക്കെ പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജാണ് കിട്ടുന്നത്. ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതാണ്. ചിലപ്പോൾ വേറൊരാളിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ, പ്രാർത്ഥന ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് സെപ്പറേറ്റ് ആയി പോകാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തി അതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. ബ്ലാക്കായി ഈവിളായി ഒക്കെ വന്നു പെട്ടിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കൂടിയാണിത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ ആയി പോയിട്ടുള്ളത് ഒരുപക്ഷെ മറ്റൊരാളിൻ്റെ ആ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ടുമാകാം. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡായി പോയിട്ടുള്ളതാണെങ്കിൽ കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. അതായത് ഇത് എൻഡായി പോകേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇതൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്കുള്ള പോക്കാണ്. അതായത് നിങ്ങൾ അടുത്തേക്ക് വരുന്നത് എന്ന് പറയുന്നത് ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചറിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള ഉത്തമമായിട്ടുള്ള ബോധ്യമുണ്ട് ആ പേഴ്സണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. എന്നും കൂടെ ഉണ്ടാകണമെന്ന് ഓർത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യവും അറിയാം. പക്ഷേ എന്നിരുന്നാലും നിങ്ങളടുത്തേക്ക് വന്ന് നിങ്ങളോടൊപ്പം ജീവിതം തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് എൻഡായി പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഫിയർ ഒന്നും വേണ്ട കാര്യമില്ല. ആ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. 3 of Wands. ഇവിടെ 3 of Wands കിട്ടുമ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോഴും ആ ഒരു തടസ്സങ്ങൾ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ കണ്ട 10 of Wands അവിടെ തന്നെ ഉണ്ട്, തടസ്സങ്ങളുണ്ട്. അതായത് നിങ്ങളെ അകറ്റിയ വ്യക്തികൾ അവിടെ തന്നെയുണ്ട്, ആ വീണ്ടും അകറ്റാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള സിറ്റുവേഷൻസിനെ കുറിച്ച് എപ്പോഴും ബോധേഡ് ആയിരിക്കുക എന്നുള്ളത്.
ചിലപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഫാമിലി അഗെയിൻസ്റ്റായിട്ട് നിന്നതുകൊണ്ട് എൻഡായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി വീണ്ടും അവർ തടസ്സമായിട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. റിലീജിയൻ കാസ്റ്റ് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അതും മാറുന്നില്ല. ഇവിടെ നിങ്ങളൊരു പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ ഈ ഒരു റിലേഷൻഷിപ്പിൽ? നിങ്ങൾക്കൊരു യെസ് ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഇത് സ്റ്റാർ കാണിക്കുന്നത്. ഒരു ഇന്നർ ക്ലാരിറ്റി അതിന് വരുത്തേണ്ടതുണ്ട്. നിങ്ങൾ തന്നെ സംസാരിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മറ്റൊരാളിൻ്റെ തടസ്സം എന്ന് പറയുന്നത് നിങ്ങൾ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിൽ എന്താണ്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകണമെന്നുണ്ടോ അല്ലെങ്കിൽ പ്രതീക്ഷ നിങ്ങൾ വെക്കുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ഇന്നർ ക്ലാരിറ്റി വരുന്നുണ്ട്. അതായത് നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായി പോവില്ല, ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഏതായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ഹോപ്പ് ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഈ റീഡിങ് കാണിക്കുന്നത്. പരസ്പരം ക്ലാരിറ്റി കൊടുക്കുകയും പരസ്പരം വാല്യൂ കൊടുക്കുകയും ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് ഇത് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ദ സ്റ്റാർ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കാനോ സാധിക്കുന്നില്ല എങ്കിൽ കൂടി ഫ്യൂച്ചറിൽ ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാർ എന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടേത് മാത്രമായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളൊരു കലാകാരനോ കലാകാരിയോ ഒക്കെ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇവിടെ കൂടുതലായിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, സ്പീസസ് ആണ് കാണുന്നത്. കൂടാതെ എയർസ് ആൻഡ് ലിബ്ര, ജെമിനി, അക്വേറിയസ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്കോപ്പ് വയ്ക്കാവുന്നതാണ്. ഇത് ഡ്രാമാറ്റിക്കലി ചേഞ്ച് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ആ വ്യക്തിയെ സ്പേസ് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുക. നിങ്ങൾ എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്താനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, ദ വേൾഡ് എന്നൊരു കാർഡ് എന്ന് പറയുന്നത് എൻഡായി പോയിട്ട് ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്ന ഫോറോസ് വേർഡാണ്. ആ വ്യക്തി ഇത്രയും കാലം ആ വ്യക്തിക്ക് സാഹചര്യങ്ങൾ അനുകൂലമാകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ കാണുന്ന ആൾക്കാർ കുറച്ച് നാളുകളായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണോ, ഇപ്പോൾ കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും നടക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണ് അത് ഫുൾഫിൽമെൻറ്റിലേക്ക് വരും എന്നുള്ളതാണ്. യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. നീ ഒരിക്കലും എൻ്റെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ്. ഞാൻ എന്താ ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ഐ ലെഫ്റ്റ് യു ബിഫോർ യു ലീവ് മി. നീ എന്നെ വിട്ടു പോകുന്നതിന് മുമ്പേ തന്നെ ഞാൻ നിന്നെ വിട്ടു പോകും. ഈഗോയാണ്. ഐ ഡോണ്ട് ട്രസ്റ്റ് യു എനി മോർ. എനിക്ക് നിന്നെ അത്രയ്ക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. ഐ ഡോണ്ട് ട്രസ്റ്റ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നില്ല. ഐ കാൻറ്റ് അഫോർഡ് യുവർ ഡ്രീം. എനിക്ക് നിൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ സാധിച്ചില്ല. അതൊക്കെയാണ് ഇവിടുത്തെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. കുറച്ച് ഈഗോയും കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്കുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണലിൻ്റെ ലെറ്റേഴ്സ് സി എന്ന് കിട്ടിയിട്ടുണ്ട്, എൻ എന്നാണ് കിട്ടിയിട്ടുള്ളത്, ജെ എന്ന് കിട്ടിയിട്ടുണ്ട്, ആർ എന്ന് കിട്ടിയിട്ടുണ്ട്, കെ, വി എന്നാണ് കിട്ടിയിട്ടുള്ളത്, ഡി, ഇസഡ്, എൽ, എക്സ്, ഡബ്ല്യു. അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത്. സൺഡേ. ചിലപ്പോൾ നിങ്ങൾ സൺഡേ കാണുന്ന ആൾക്കാരായിരിക്കാം. 26 ഏജ് ആയിരിക്കാം നിങ്ങളുടെയോ പേഴ്സൻ്റെയോ. ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലാക്ക് കളറ് നിങ്ങൾക്ക് വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം. സിറ്റി, ആ വ്യക്തിയുടെ ഓഫീസ് സിറ്റിയിലായിരിക്കാം. 25 നിങ്ങളുടെ ഏജ് ആയിരിക്കാം. 2 എന്നൊരു ഡേറ്റ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 8 എന്നൊരു ഡേറ്റ്. പർപ്പിൾ കളറ് നിങ്ങൾക്ക് വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം. 29 നിങ്ങളുടെ ഏജ് ആവാം. 27 ഏജ് ആവാം. ഡേറ്റ് ഓഫ് ബർത്ത് ആവാം. 20 ആർക്കേഞ്ചൽ യൂരിയലിനോട് നിങ്ങൾക്ക് പ്രേ ചെയ്യാവുന്നതാണ്. ആർക്കേഞ്ചൽ യൂരിയലിൻ്റെ സാന്നിധ്യം ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട്. ഗ്രേപ്സ് എന്ന് കിട്ടിയിട്ടുണ്ട്. ഡിസംബർ മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. കാസർഗോഡ്, ഇടുക്കി, കോഴിക്കോട്, പത്തനംതിട്ട, ആലപ്പുഴ. അപ്പോൾ ഇത്രയും പ്ലേസസൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക.
നിങ്ങളുടെ ഒരു സ്ഥലമാവാം, ആ വ്യക്തിയുടെ സ്ഥലമാവാം, പഠിച്ചിട്ടുള്ള സിറ്റി ആവാം. ഇനി യൂണിവേഴ്സ് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? പ്രോസ്പെരിറ്റി എന്നുള്ളതാണ്. സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സെപ്റ്റംബർ മന്തിലായിരിക്കാം ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത് സെപ്റ്റംബർ മന്തിലായിരിക്കാം. 45 എന്ന് പറയുന്നത് നിങ്ങളുടെ ഏജ് ആവാതിരിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം. നിങ്ങൾക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഏതായാലും നിങ്ങളിലേക്ക് വരുന്നത് പ്രോസ്പെരിറ്റിയാണ്. നിങ്ങൾ എന്താണോ പ്രോസ്പെരിറ്റി ആയിട്ട് കാണുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ പ്രോസ്പെരിറ്റി എങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ജോബോ കരിയറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ പ്രോസ്പെരിറ്റി ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഡിവൈൻ അതും നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക.